ഈ റെഡ് ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള ലെവലിലേക്ക് എത്തുമ്പോൾ ഇന്ന് കേരളത്തിൽ തന്നെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് റെഡ് ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള ലെവലിലേക്ക് എത്തി. റെഡ് ഡയമണ്ട് ഡയറക്ടർ മാത്രമല്ല, 1,25,000 മുകളിൽ വരുമാനം, ഏകദേശം 25,000 ഒരു വരുമാനത്തേക്ക് ഒരു മാസം എത്തുന്നത്. ഈ യാത്രയിൽ നിങ്ങൾക്ക് അത് എത്തുന്നുള്ള എനിക്ക് ഉറപ്പാണ്. എന്നാലും അത് എത്തുന്നുണ്ടാവുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു അനുഭൂതി എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും എൻ്റെ ബാങ്കിലെ പാസ്ബുക്ക് 0 ബാലൻസ് ആയിരുന്നു. എത്തുന്നൊരു സത്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു വീട്ടിലെ ഓഫീസൊക്കെ സെറ്റ് ചെയ്യാനുള്ള വളരെ അപൂർവ സംഭവിക്കുന്നുണ്ട്. ഇതിന് കാരണം എന്താണ്? ഞാൻ ഇന്നും എൻ്റെ ഓർമ്മ വെച്ച സമയം മുതൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാണ്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കും ചിലപ്പോൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അത്രയും ലോ ലെവലിൽ നിന്ന് എൻ്റെ ജീവിതം. പക്ഷെ ഞാൻ എപ്പോഴും ഡയറക്ടർ ആയതിനു ശേഷമാണ് ഞാനൊരു പാസ്ബുക്ക് എടുക്കുന്നത്. പക്ഷേ ജോയിൻ ചെയ്ത് തന്ന മുതൽ ഡയറക്ടർ ആവുന്ന ടോട്ടൽ ക്യാഷ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. ആ വന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഈ കണക്കിലൊന്നും വലിയൊരു കാൽക്കുലേഷൻ ഒന്നും ഇല്ലാത്തതാണ്. പക്ഷേ ജാസ്റ്റൻ ഇതിൻ്റെ കറക്റ്റ് ഇൻകം പ്ലാൻ കറക്റ്റ് നോക്കി കറക്റ്റ് വരുമാനം വന്നു എന്നുള്ളത് പ്രൂണായി. അത് ശരിക്കും നമുക്ക് ആ ഒരു ഭയങ്കര ക്വാളിറ്റി കമ്പനിയിൽ ഭയങ്കര വിശ്വാസം കൊടുക്കും. ഇപ്പോൾ വീട് എടുക്കണം, അല്ലെങ്കിൽ ഇനി വിവാഹമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് ജാസ്റ്റനോട് പറഞ്ഞു മോദിക്കൽ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നല്ല സിസ്റ്റമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ബിസിനസ് അല്ലാതെ വേറെ ജോലിയോ കാര്യങ്ങളൊക്കെ ഒന്നും ഇനി തീരണ്ടെന്ന് പറഞ്ഞു. പഠിച്ചുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞു. ആ ബിസിനസ്സിന് ഒരു ബിസിനസ് മൈൻഡ് ജാസ്റ്റനെ സംബന്ധിച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാൻ ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ 10 രൂപ ഉണ്ടാക്കാൻ ഇത്രത്തോളം പണിയെടുക്കണമെന്ന്. ആ പണിൻ്റെ 4 ഇവിടെ എടുത്താൽ മതി. ഇവിടെ എടുത്താൽ സമയം കൊടുത്ത സമയത്ത് വരുമാനം ഈ 9 എന്നുള്ളത് 12,000 സംതിങ് വന്നു. അതിന് തൊട്ടടുത്ത മാസം പിന്നെ 24,000 സംതിങ് വന്നു. നേരെ ഇരട്ടിയിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന് തൊട്ടടുത്ത മാസം 42,000 സംതിങ്ങിലേക്ക് എത്തിച്ചാണ് സാധിച്ചു. അതിന് തൊട്ടടുത്ത മാസം 52,000 സംതിങ് എത്തിച്ചാലും സാധിച്ചു എന്നുള്ളതും സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അതായത് കമ്പനിയുടെ കാർ ഫണ്ടും കൂടെ നേടിയെടുക്കാനും പറ്റും. ഒരു കാർ എടുക്കുക എന്നുള്ളത് ശരിക്കും എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഒരു 50,000 രൂപ വരുമാനം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തോന്നിയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്കും അതുപോലെ തോന്നിയിരിക്കും. ഞാൻ 6 വർഷമായിട്ട് മോദിക്കൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ മാസം ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വലിയൊരു അച്ചീവ്മെൻറ്റ്, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടീമിൽ സാധിച്ചിട്ടുണ്ട്. 2 വ്യക്തികൾ, ഒരു സഹോദരങ്ങളായിട്ട് 2 വ്യക്തികൾ, റെഡ് ഡയമണ്ട് ഡയറക്ടർ, അതുപോലെ തന്നെ 1 ലക്ഷം രൂപ മാസ വരുമാനം എന്ന രീതിയിലേക്ക് മാറുകയുണ്ട്. അപ്പോൾ അവരൊന്ന് മീറ്റ് ചെയ്യണം എന്നുള്ള നിൽക്കണം. അപ്പോൾ അവർ മീറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ച സമയത്ത് അവർ പറഞ്ഞു ഇന്ന് റംസാൻ ആയതുകൊണ്ട് നോമ്പ് തുറ ഇവിടെ എന്ന് വെച്ചാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ എന്നെ പരിചയപ്പെടുത്തിയൊരു വ്യക്തിയുണ്ട്, ഷർഫുദ്ദീൻ എന്നാണ് അവരുടെ പേര്. എൻ്റെ നാട്ടിൽ തന്നെയായിരുന്നു ബിസിനസ്സായിട്ട് നിരുന്നു, മെഡിക്കൽ ഷോപ്പിലായിട്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ആ വ്യക്തികളെ കാണാൻ വേണ്ടി പോകാം. സർഫ് സാർ, വെൽക്കം. താങ്ക് യു. പറയൂ, എങ്ങനെയാണ് ഇവരെ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുണ്ടായൊരു സാഹചര്യം? ആൾറെഡി ഈ ഒരു ബിസിനസ് അവസരത്തിൽ വരുന്ന സമയത്ത് ഇതെന്താണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യതകൾ എന്താണോ എന്നുള്ളതൊന്നും വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് ആൾറെഡി ഞാൻ മെഡിക്കൽ ഷോപ്പ് ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അവസരം കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റിൽ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും ഒക്കെ പങ്കെടുത്ത സമയത്താണ് ഈ ഒരു അവസരം ഏത് തലത്തിൽ നമുക്ക് സാധ്യത മനസ്സിലായതും അതുപോലെ തന്നെ ഈ ഒരു അവസരം ഏത് തലത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാ നമ്മൾ ഫീൽഡിൽ നോക്കുന്ന സമയത്ത് പല നൈറ്റുകളും ഒക്കെ ഈ ഒരു മേഖലയെ കുറിച്ച് നമുക്കറിയാം, കേൾക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ആശയത്തെ ഏറ്റെടുക്കാനും അതുപോലെ തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനം എടുക്കുന്നത് ഏകദേശം ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. ആൾറെഡി എനിക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ്. കാരണം ഇതെന്താണെന്നുള്ളത് നമ്മൾ ഒരു വ്യക്തിനെ അത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമല്ലോ. അല്ലാതെ നമ്മൾ വല്ല ആളുകളെ പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു ഫേസ് വാല്യൂ നഷ്ടപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ സമയത്താണ് ഇത് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്യാവലിനെ ഞാൻ ആദ്യം പരിചയമുള്ള വ്യക്തിയാണ്. ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഒരു വ്യക്തിയായിരുന്നു സ്യാവൽ. വരാനുള്ള കാരണം ഞങ്ങൾ ആൾറെഡി ഒരുമിച്ച് പഠിച്ചതാണ്, ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ പിന്നീടും ആ ഒരു കോളേജ് പഠനത്തിന് ശേഷവും ഞങ്ങൾ പഠിച്ച ആളുകളൊന്നും ലിസ്റ്റ് ഇടാതെ ഇയാൾ മാത്രം ലിസ്റ്റ് ഇടാൻ കാരണം അത് പഠനകാലത്ത് തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകളുമായിട്ട് ഒരുപക്ഷെ ഞാൻ അല്പം ഈ കാര്യത്തിൽ ആളുകളോട് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഞാൻ അല്പം പിന്നിലാണെങ്കിലും അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് കുറഞ്ഞ സമയം അവിടെ ഉണ്ടോ, പിന്നീട് നേരെ ക്ലാസ്സിന് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഷോപ്പിലേക്ക് വരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കൂടുതൽ കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒന്നും വല്ലാതെ എൻഗേജ്ഡ് ആവാൻ സാധിച്ചില്ല. ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അറിയാലോ നമ്മൾ കംപ്ലീറ്റ് അതിൽ ലോക്കായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും അല്ലെങ്കിൽ കോളേജിലെ കാര്യങ്ങളിലാണെന്നെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ ഒരു നിറസാന്നിധ്യമായിരുന്നു സിയാവുൽ അന്നേ ആയിരുന്നു. അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന പബ്ലിക് പ്രോഗ്രാമുകളിലൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് അവൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് നമ്മളിത് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്ത സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ ഇത് ഏത് രീതിയിലുള്ള ആളുകളാണ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ
എന്നിരുന്നാൽ പോലും ഞാൻ അദ്ദേഹത്തിന് ഈ ഒരു അവസരം പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസ് എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പഠനകാലം കഴിഞ്ഞു, പിന്നീട് അദ്ദേഹം പ്രവാസിയായിട്ട് മാറി. ആ ഒരു സമയത്ത് പിന്നീട് വിദേശത്ത് അവിടെ നല്ല രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് കൊടുക്കുകയെന്ന് ചെയ്തില്ല, അല്ലെങ്കിൽ നേരിട്ട് അവസരം ഷെയർ ചെയ്യുകയാണ്. പ്രൊഡക്റ്റ് അവസരം ഞാൻ പലതവണ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് സക്സസ് ആക്കി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവനത് തട്ടിമാറ്റാണ്. കാരണം അവൻ്റെ ആവശ്യമില്ല, ആൾറെഡി പ്രവാസി ബിസിനസ്സാണ്, അവിടെ ബിസിനസ്സാണ്, നാട്ടിലും അതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു ഷോപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട അവനക്ക് കാര്യങ്ങൾ നടത്തി പോകാൻ. ഇതൊന്നും എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉഡായിപ്പാണ്, അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഞാൻ ഫോളോ അപ്പ്, ഏകദേശം 1 വർഷത്തോളം ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു തവണ ഞാൻ നമ്മുടെ ഫേവറേറ്റ് പ്രൊഡക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റുകളായിട്ടുള്ള നമ്മുടെ ഫ്രഷ് മൗമിൻ്റെ പേസ്റ്റ്, അതുപോലെ തന്നെ വൈറ്റ് പേൾ സോപ്പ്. വൈറ്റ് പേൾ സോപ്പ് 4 പീസാണ് വരുന്നത്. അതിൽ നിന്നൊരു പീസും നമ്മുടെ ഒരു പേസ്റ്റ് മാത്രം കൊടുത്തിട്ട് അതും ഈ ഉപയോഗിച്ച് നോക്ക്, എന്നിട്ട് റിസൾട്ട് പറഞ്ഞാൽ മതി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്ത രീതിയിലാണ് അന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ച സമയത്ത് തന്നെ അവനക്കൊരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ക്വാളിറ്റിയും അത് ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റിൽ അത്രയും ക്വാളിറ്റി വരുന്നതാണല്ലോ. അപ്പോൾ ആ രീതിക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ അവൻ അവിടെ ക്ലിക്കായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്കൊരു സമ്മതം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് അവന് ഫ്രീ അല്ല, അവൻ്റെ അനിയന് അസീബ്, അപ്പോൾ നമ്മളെ ബ്രാൻഡ് ന്യൂ റെഡ് ഡയമണ്ട് ഡയറക്ടർ, അതുപോലെ തന്നെ മില്ലേനിയൽ ക്ലബ് മെമ്പറായിട്ടുള്ള അസീബ് ജസ്റ്റ് പറയാണ് എൻ്റെ അനിയന് ഫ്രീ ആണ്, അവനൊരു മദ്രസ അധ്യാപകനാണ്. അനിയനെ ജോയിൻ ചെയ്യിപ്പിച്ചു, എന്നെ ഇപ്പോൾ ഏതായാലും കിട്ടില്ല, അവനെ മദ്രസ അധ്യാപകനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയത്തിൽ വേണമെങ്കിൽ ചെയ്യാം. അവന് വേറെ എന്തൊക്കെ ഓപ്ഷനുകൾ സെർച്ച് ചെയ്യാണ്. മദ്രസയോടൊപ്പം തന്നെ ആ ഒരു ഫീൽഡ് വിടാനുള്ള താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ അതിന് ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം കിട്ടുന്ന രീതിയിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് അവന് സെർച്ച് ചെയ്തുകൊണ്ടൊക്കെയാണ്. ഏതൊക്കെ 1-2 കമ്പനികൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ പിന്നെ അവനെ കണക്ട് ചെയ്തതിന് ശേഷമാണ് പിന്നീടാണ് സിയാളിലേക്ക് എത്തുന്നത്. ആദ്യം ജോയിൻ ചെയ്തത് അസീബ് റഹ്മാൻ, പിന്നീടാണ് ഷാവുലേക്ക്. ഇന്നിപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഇതിലേക്ക് വരാൻ പറഞ്ഞ സമയത്ത് അവർ വിളിച്ചു, നോമ്പുതുറ എന്തെയാ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു ബിസിനസ്സിൽ അവർ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ ഈ ഒരു അവസരം ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ലീഡർഷിപ്പോട് കൂടി ഏകദേശം രണ്ടാളും തന്നെ പറയാം. തീർച്ചയായിട്ടും അതിന് അസീബിനാണെന്നുണ്ടെങ്കിലും വലിയൊരു സപ്പോർട്ട് സിയോളിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ആ രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ജസ്റ്റ് നമുക്ക് ഒരു ഓഫീസ് എന്ന രീതിയിൽ തന്നെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. അത് വീഡിയോസ് നമുക്കൊന്നുകൂടി കാണിക്കാം. അപ്പോൾ ജസ്റ്റ് അവരിലൂടെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കായിരിക്കും നല്ലത്. നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതിലുപരി അവരുടെ എക്സ്പീരിയൻസ് തന്നെ കേൾക്കായിരിക്കും ഒന്നുകൂടി നന്നാവുക. അതെ അതെ, ആ ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു. അല്ലെങ്കിൽ പല ആളുകളും വെറുതെ ഐഡിയ എടുത്ത് ജോയിൻ ചെയ്ത് കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു ഉപയോഗിച്ചു, എനിക്ക് അടുത്ത മാസം വരുമാനം വന്നില്ലല്ലോ എന്നുള്ള പരാതി പറയുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഇവർ എത്രത്തോളം അതിനെ സീരിയസ് ആയിട്ട് കണ്ടു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറും. അതെ അതെ, ഈ ഒരു അറ്റ്മോസ്ഫിയറും അവരുടെ അച്ചീവ്മെന്റും അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തായാലും അവരെ ഓഫീസ് വെച്ചിട്ട് വീട്ടിലുള്ള ഓഫീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, അവർ ആ ഓഫീസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് എന്ത് ചെയ്യാം, അവരുമായിട്ട് സംസാരിക്കാം. നമ്മളെന്നാൽ പോവാം, വരൂ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? വിദേശത്തെത്തി അടിപൊളിയായിരുന്നു. ഓക്കെ, വളരെയധികം ഹാപ്പിയിലാണ്, സന്തോഷമായ രണ്ടാം മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാകുന്ന എനിക്കറിയാം. എനിക്ക് ചില കാര്യങ്ങൾ അറിയാറുണ്ട് നമ്മുടെ ടീമിനൊക്കെ വേണ്ടിയിട്ട്, എന്തെങ്കിലും പുരസ്കാരം വേണ്ടിയിട്ട്. അതിനാണ് ഞാൻ സംസാരമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ബിസിനസ്സിലേക്ക് വരേണ്ട സാഹചര്യം എന്തായിരുന്നു? ബിസിനസ്സിലേക്ക് ഞാൻ വന്നിട്ട് പിന്നെ ആദ്യം ബിസിനസ്സിലേക്ക് വന്നത് ഞാനാണ്. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു അവസരത്തെക്കുറിച്ച് ജാസ്റ്റിൻ്റെ ഫ്രണ്ടാണ് ഷർഫുദ്ദീൻ സാർ. അപ്പോൾ അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു. കാരണം ഓൾറെഡി ഒരു കോളേജ് പഠിക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോളേജ് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു വരുമാനം വേണം. അപ്പോൾ ഒരു വരുമാനം, എന്ത് വരുമാനം അല്ലെങ്കിൽ എന്തൊരു ബിസിനസ്സാണ് ഞാൻ ചോയ്സ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്താണ് ഷർഫുദ്ദീൻ സാർ ഇങ്ങനെ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു, സംസാരിച്ചു. അങ്ങനെ ബിസിനസ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. ഇല്ല, തട്ടിപ്പൊന്നും തോന്നിയില്ല. കാരണം 0 ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതും, കാരണം 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതും, അതുപോലെ തന്നെ പാർട്ടി നമ്മുടെ ഫ്രീ ടൈം അനുസരിച്ച് നമുക്ക് ബിസിനസ് ചെയ്യാം. അങ്ങനെയാണ് ഞാനൊരു ബിസിനസ്സിലേക്ക് ഐഡിയ എടുത്ത് ജോയിൻ ചെയ്തത്. തട്ടിപ്പം തോന്നിയതൊക്കെ എനിക്കായിരുന്നു. ഇതില് സർഫ് സാർ നിങ്ങളെങ്ങനെ ഇത് പരിചയപ്പെടുത്തുന്നത്?
അദ്ദേഹം ആദ്യം കോൾ ചെയ്തിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ ഒരു 2 കാര്യമാണ്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതും അതുപോലെ തന്നെ പാർട്ട് ടൈം ബിസിനസ്സും നമ്മുടെ ഫ്രീ ടൈം അനുസരിച്ച് ചെയ്യാം. പിന്നെ മനസ്സിലാക്കിയത് 6 മാസം പർച്ചേസ് ചെയ്താൽ 1 മാസം പ്രോഡക്ട്സ് ഫ്രീ ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കിട്ടിയ സമയത്ത് പിന്നെ ഞാനിത് ജാസ്ട്രനുമായിട്ട് ഒന്നുകൂടി കാര്യങ്ങൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ബിസിനസ് ജോയിൻ ചെയ്തു. അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ജാസ്ട്രൻ ഞങ്ങൾ 2 പേരോടും ചേർന്നിട്ട് പ്രോഡക്ട്സ് അല്ല ഷർഫുദ്ദീൻ, ഞങ്ങൾ ഷോപ്പ് രാമനട്ടക്കരായിരുന്നു, ഇവിടെ നിന്ന് ഷോപ്പിൽ. അപ്പോൾ ഷർഫുദ്ദീൻ സാർ വീട്ടിലേക്ക് എത്തിച്ചേരും, പ്രോഡക്ട്സ് വീട്ടിലേക്ക് എത്തിച്ചേരായിരുന്നു. സ്റ്റാർട്ടിങ്ങിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറല്ല, വലിയൊരു കാര്യം ആ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രോഡക്റ്റ് ആദ്യം മനസ്സിലായിരുന്നു പ്രോഡക്റ്റ് എന്താണ്? ഇല്ല, പ്രോഡക്ട്സിന്റെ PDF സാർ കിട്ടുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി പ്രൊഡക്ട്സിലൊക്കെ നോക്കി വീട്ടിലേക്ക് ആവശ്യമില്ല, എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പ്രോഡക്ട്സ് വാങ്ങണം. അപ്പോൾ അത് പ്രൊഡക്റ്റ് ഷോപ്പ് ഒന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ പ്രോഡക്ട്സ് നമ്മുടെ നാട്ടിലാണുള്ള ഷോപ്പിന്റെ മെഡിക്കൽ ഷോപ്പ് ഉള്ളത്, പോലെ തന്നെ മെഡിക്കൽ ഷോപ്പ് അവിടെ ഉള്ളത്. അപ്പോൾ ഒന്നുകിൽ രാമനാട്ടിൽ അല്ലെങ്കിൽ അന്ന് പെരുമ്പൂർ ഷോപ്പുണ്ട്. ആ ഒരു നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഉള്ളത്. ഇന്നത്തെ പോലെ എല്ലാ ഏരിയകളിലൊന്നും അന്ന് ഷോപ്പില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിലെന്ന് പറയുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു അന്തസത്ത കറക്റ്റ് കിട്ടുള്ളൂ. കാരണം നമ്മുടെ ബിസിനസ്സിൻ്റെ നട്ടലെന്ന് പറയുന്നത് തന്നെ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അത് വലിലേക്ക് എത്തിക്കലായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഒരു സ്റ്റെപ്പാണ് ഞാൻ ഇവരെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേസ്റ്റും സോപ്പും കൊടുത്ത് അതിൽ ഓക്കെയാണ്. പിന്നീടാണ് മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ അതുപോലെ കൊടുക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളൂ. അന്ന് ഞാൻ ആ 2 പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളൂ. പർച്ചേസ് ആണ് ചെയ്യുന്നത്. അന്ന് ഞാൻ ഷോപ്പിൽ നിന്ന് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവർക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഷോപ്പിൽ വെക്കും, അല്ലെങ്കിൽ DP-യിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ഷോപ്പിന് പുറത്ത് വെക്കും. രാത്രി ഞാൻ ക്ലോസ് ചെയ്ത് തരുന്ന സമയത്താണ് ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വരും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഷോപ്പ് തുറക്കാൻ പോണ സമയത്ത് അതിവിടെ കൊണ്ടുവന്ന് നിന്നിട്ട് പിന്നെ ഒരു 10-25 കിലോമീറ്റർ വീണ്ടും ഓടിയിട്ടാണ് ഞാൻ ഷോപ്പിലേക്ക് എത്തുക. എല്ലാ മാസം കൊണ്ടുവന്നിരുന്നത് ആദ്യത്തെ 3 മാസത്തിന് ശേഷമാണ് ഒരു DP-യിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഇതിന് ഇവിടെ കൊണ്ടുവരുമ്പോ വീട്ടുകാരുടെ അവസ്ഥ എന്താ? വീട്ടുകാര് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ അത്ര വീട്ടുകാരുമായിട്ടൊരു കണക്ഷൻ ആയിട്ടില്ല. പിന്നീടാണ് അസീബ് ജോയിൻ ചെയ്തു. പിന്നീട് അവനൊരു സപ്പോർട്ട് എന്നുള്ള നിലക്കാണ് പ്രൊഡക്ട്സ് അല്ല, നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന നിലക്ക് മാത്രമേ വീട്ടിലേക്ക്. പക്ഷെ ഞാൻ ജോയിൻ ചെയ്തതിന്റെ ശേഷം കുറെ ഏകദേശം ഞങ്ങളുടെ ഫസ്റ്റ് പർച്ചേസ് 20,000 രൂപയുടെ പർച്ചേസ് ഒരു ഹോം ഷോപ്പ് പർച്ചേസ് ചെയ്ത് അപ്പോൾ വീട്ടിൽ പ്രൊഡക്റ്റ് ഒക്കെ കൂടുതൽ അങ്ങനെ ചെയ്താൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അവിടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കൂടുതൽ പ്രൊഡക്റ്റ്, പിന്നെ മാത്രമല്ല കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യില്ല ബിസിനസ്. അപ്പോൾ വീട്ടുകാർക്ക് അവിടെ പറഞ്ഞത്, അപ്പോൾ വീട്ടുകാർക്ക് എന്തുണ്ടായി, ഷർഫു എന്തോ ഒരു കെണിയിലാണ് നമ്മളെ കൊണ്ടേപ്പെടുത്തി എന്നുള്ളൊരു കാഴ്ചപ്പാട് വീട്ടുകാരുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഫാദർ നമ്മുടെ അസീബിന്റെ കാർഡിയോളജിയിൽ സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ശരിക്കും എന്താണ് ഇത് കാണുന്ന ആളോട് പറയാനുള്ളത്, ആ കാർഡിയോളജിയുടെ വീഡിയോ കാണാം. ഞാനൊക്കെ ലൈവായിട്ട് കാണാം, ഞാൻ സർഫീസറൊക്കെ ലൈവായിട്ട് കാണാൻ. അപ്പൊ ഉമ്മയൊക്കെ പറയുന്നത് എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ്. എങ്ങനെയാണ് ഇത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം? ഈ പ്രൊഡക്ട്സ് വാങ്ങിയ അതിന്റെ മുമ്പ് തന്നെ ഒരു 9 വർഷത്തോളം അൾസറിന്റെ രോഗിയായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ കയറി വന്നു, പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ആദ്യത്തെ മാസത്തിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. പ്രത്യേകിച്ച് അൾസറിന്റെ ഒരു അസുഖം പിന്നീട് കാണുന്നില്ല. 8-9 വർഷത്തോളം ഒരു പ്രശ്നമുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള കാര്യവും അതേ റിസൾട്ടാണ് ഞാൻ ഒരു അവസരത്തിൽ വന്ന സമയത്ത് എനിക്കും കിട്ടിയിട്ടുള്ളത്. പേഷ്യൻ്റിനായിരുന്നു നിരവധി. അപ്പോൾ ആ ഒരു മേഖലയിൽ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ഒരുപാട് ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ ഒക്കെ കാണിച്ചിട്ട് പോലും നമുക്ക് താൽക്കാലിക ഒരു ശമനം കിട്ടുന്നതിലുപരി ഒരു കംപ്ലീറ്റ് ഒരു മാറ്റം എന്നുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം തന്നെ അങ്ങനെ റിസൾട്ട് ഇങ്ങനെ നോനി ജ്യൂസ്, ഡീടോക്സ്. ഫസ്റ്റത്തെ പർച്ചേസിംഗിൽ ഇത് ഉൾപ്പെടും. വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളുണ്ട് എൻ്റെ കൂട്ടത്തിൽ. എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഷെയർ ചെയ്യുന്നല്ലോ. നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്, അത് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പൊ അതിനായിട്ട് സംസാരിച്ച സമയത്ത് തന്നെ ഹെൽത്തി ആകെ വീക്കാണ് എന്ന് കാണുന്ന ഈ ഒരു ആരോഗ്യമൊന്നും ഈ ശരീരത്തിലില്ല. നിങ്ങൾ ഇതിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫസ്റ്റിലല്ല, ഒരു പാർട്ടിയും. പക്ഷെ ആരോഗ്യം വന്നതോടുകൂടി, അതായത് എനിക്ക് റിസൾട്ട് കിട്ടിയതോടുകൂടി ഒരുപാട് പ്രശ്നം. ഇവിടെ വീട്ടിൽ ഉമ്മൊക്കെ ചിലപ്പോൾ ഈ പൂളത്തറ കുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്താൻ വേണ്ടിയൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് ചെയ്ത് 1-2 കുത്തുമ്പോൾ ക്ഷീണിച്ചു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ആ റിസൾട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു, അത്ഭുതപ്പെടുത്തി. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എനിക്കും എൻ്റെ വീട്ടിലിപ്പം തന്ന പോലെ പേസ്റ്റും സോപ്പും അതേപോലെ തന്നെ വീട്ടിൽ അന്ന് ടീ പൗഡറൊക്കെ നമ്മൾ അത് ഉപയോഗിച്ചപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൽ ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ പിന്നെ ഏതായാലും അനിയനൊരു സപ്പോർട്ടും കൂടി ചെയ്യാം. ഇവന് ഇതിലൂടെ ചെറിയൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ ഇത്ര രീതിയിലേക്ക് ഇത് വ്യാപിക്കുന്നു, ഈ രീതിയിലേക്ക് ഇത് ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ജസ്റ്റ് അവനെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ചെറിയൊരു വരുമാനം അതിന്റെ ഭാഗമായിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളവർക്ക് ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ. അനിയനെ സപ്പോർട്ട് ചെയ്യാനാണ്. പിന്നെ എങ്ങനെ സീരിയസ് ആയിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത്? സീരിയസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ
നമ്മൾ മീറ്റിംഗ് ഇപ്പോൾ മീറ്റിംഗ് അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊറോണ എന്ന് പറയാം. അതെ, കൊറോണ സമയത്ത് നമ്മൾ വീട്ടിലാണ്. ഞാൻ ഏകദേശം ഒരു 19 മാസത്തോളം വീട്ടിൽ ലീവിന് വന്നിട്ട് ഇവിടെ കുടുങ്ങി പോകാൻ പറ്റാതെ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ മീറ്റിംഗ് കയറുന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ ഒന്ന് കയറി നോക്കും, അവനെ കൂടെ നിന്നിട്ട് ഇങ്ങനെ കേട്ട് നോക്കും. ഞങ്ങൾ ഒരുമിച്ചാണ് അന്ന് വീട്ടിൽ. അപ്പോൾ മീറ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് തിരക്കടില്ല എന്നൊരു തോന്നൽ ഇങ്ങനെ തോന്നി. അപ്പോൾ കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒഴിവ് വെറുതെ ഇരിക്കുകയാണല്ലോ, ആ സമയത്ത് ഞാൻ ഓൺലൈനിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് എന്താണ് മോഡി കെയർ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു. അപ്പോൾ മോഡി കെയറിൽ കുറേ യൂട്യൂബ് വീഡിയോസും കുറേ ഇംഗ്ലീഷ് കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, മോഡി കെയറിനെ പഠിക്കുന്നതിന് മുമ്പ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പഠിക്കണമെന്ന് മനസ്സിലാക്കി. അപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയാണല്ലോ ശരിക്കും ടോട്ടലി പല ആളുകളും നെഗറ്റീവായിട്ട് പറയുന്നതും MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് കേൾക്കുന്ന സമയത്ത് ഇതെന്തോ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ആളെ ചേർക്കുന്ന പരിപാടി, അങ്ങനെ ഒരു പരിപാടികൾ നമ്മളെ ഓൾറെഡി എൻ്റെ മൈൻഡിൽ കേൾക്കുന്നത്. കാരണം എൻ്റെ സുഹൃത്തുക്കളും കുറച്ച് ആളുകളൊക്കെ അവിടെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ക്യാഷൊക്കെ പോയിട്ടുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ പഠിച്ചപ്പോൾ ഇഷ്ടം പോലെ കമ്പനികൾ വേൾഡ് ലെവലിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കമ്പനികൾ ഉണ്ട് എന്നുള്ളതും അതിൽ മോഡി കെയറിനെ കൂടുതൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഇന്ന് നമുക്കൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നൊരു അവസരം മോഡി കെയർ തന്നെയാണെന്നുള്ളത്. അത് കമ്പനിയുടെ പ്രൊഫൈൽ, പ്രൊഡക്റ്റ്, പ്ലാന്, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇത് നാലുമാണ് ഒരാൾ ഈ ബിസിനസ് ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരുന്ന സമയത്ത് നോക്കേണ്ടതെന്നും ഞാൻ ഈ യാത്രയിൽ പഠിച്ചു. അങ്ങനെ ആ 4 ഞാൻ ഇങ്ങനെ പരതുമ്പോൾ എങ്ങനെ നോക്കിയാലും മോഡി കെയർ തന്നെയാണ്. അത് പ്രൊഡക്റ്റിൽ വെച്ച് നോക്കുന്ന സമയത്തും ആ പ്ലാനിൽ നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി നോക്കുന്ന സമയത്തും ഒക്കെ അത്രയും പാരമ്പര്യം 10-90 വർഷത്തെ പാരമ്പര്യം ബിസിനസ് മേഖലയിലുണ്ട്. ഓൾറെഡി വേൾഡ് ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും ഏകദേശം അന്നത്തെ സമയത്ത് 25 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഇതൊക്കെ എനിക്കും തന്നെ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. എനിക്കും കൂടി ഇതിന്റെ കൂടെ കൂടിയിട്ട് ഇവനക്ക് മാത്രം വരുമാനം വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല, എനിക്കും എന്ത് ചെയ്യാം, നാളെ എന്നല്ലെങ്കിൽ നാളെ പ്രവാസ ലോകം അവസാനിച്ച് വരുന്ന സമയത്തൊക്കെ എനിക്കൊരു വരുമാനം, ഒരു പാസീവ് ഇൻകം ഇതിന് അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കി. ജ്യേഷ്ഠൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ജ്യേഷ്ഠൻ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഒരു സംശയത്തോടു കൂടിയായിരുന്നു. കാരണം ജ്യേഷ്ഠൻ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി 3 മാസം നമ്മൾ ലോയൽറ്റി പർച്ചേസ് ചെയ്തു. അടുത്തൊരു 3 മാസം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം പ്രൊഡക്ട്സ് ഫ്രീ ആണ്. കാരണം ഈ പ്രൊഡക്ട്സ് വാങ്ങുന്നത് ജ്യേഷ്ഠന്റെ ക്യാഷ് കൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്ത 3 മാസത്തെ പർച്ചേസ് ജ്യേഷ്ഠന്റെ പേരിൽ വാങ്ങുമ്പോൾ എന്റെ ലോയൽറ്റി എന്താവും എന്നുള്ള ആ ഒരു സംശയം, ബിസിനസിന്റെ ഡെപ്ത് മനസ്സിലാവാത്ത നമുക്ക് പണി കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ ശരിക്കും ജ്യേഷ്ഠൻ വീട്ടിലോട് കൂടെ ഒന്നുകൂടെ നല്ല സപ്പോർട്ടായി മാറി. വീട്ടിൽ സാറോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ പ്രവാസിയായിരുന്നു, അവിടെ നിന്ന് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? ഇത്രയും സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുക്കാൻ പറ്റുന്നത്? അവിടെ നിന്ന് പറഞ്ഞാലേ ഇപ്പം നമ്മൾ ഞാൻ ആദ്യമൊക്കെ ഷറഫ് സാറോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് സമയമില്ല എന്നൊക്കെയായിരുന്നു. പക്ഷെ ആക്ച്വലി ഞാൻ എൻ്റെ സമയം ഒരുപാടുണ്ടെന്ന് പിന്നെ എനിക്ക് ബോധ്യമായത്. കാരണം സമയമുണ്ട്, ഉള്ള സമയം മുഴുവനും കുറേ പൊളിറ്റിക്സ്, കുറേ എന്താ പറയുക സംഘടന ചർച്ചകൾ, കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ക്ലബ്ബുകൾ, അങ്ങനെ കുറേ ഗ്രൂപ്പ്, കുറേ വാട്സപ്പ് ഗ്രൂപ്പ്, ടൈം മുഴുവൻ പല സ്ഥലത്ത് യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ട് കുറേ സ്ക്രോൾ ചെയ്തിട്ട് അങ്ങനെ കുറേ ടൈം പോകുന്നുണ്ടെന്ന് ഞാൻ മോഡിക്കലൊക്കെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കി. ആ സമയം ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ പിന്നെ എൻ്റെ ഒഴിവ് സമയം അവിടെ എൻ്റെ സൗദിയിൽ നിന്നുകൊണ്ടുള്ള എൻ്റെ ഒഴിവ് സമയം മുഴുവനും ഞാൻ എന്ത് ചെയ്തു, ഈ ബിസിനസ്സിലേക്ക് അങ്ങോട്ട് കൊടുത്തു. ഇതിനെ കൂടുതൽ പഠിക്കാനും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനും ഇതിനെക്കുറിച്ച് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം. കാരണം ഞാൻ പഠിക്കുന്നതിനനുസരിച്ച് എൻ്റെ സ്വപ്നങ്ങൾ വലുതാൻ തുടങ്ങി. അതാണ് കാരണം ഈ ബിസിനസ്സിൻ്റെ ഡെപ്ത് മനസ്സിലായി. ഇതിന് എത്രത്തോളം ഇന്ന് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതിന് ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളതും പിന്നെ ഗവൺമെൻറ്റുകളുടെ സപ്പോർട്ട് വലിയ രീതിയിൽ ഇന്ത്യൻ ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും സപ്പോർട്ട്, ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ എവിടെയല്ല ഇനി നമ്മുടെ ടൈം കൊടുക്കേണ്ടത് ഇവിടെ തന്നെയാണല്ലോ ബോധ്യം. അസിഫ് സാറോട് നിങ്ങൾ മദ്രസയിൽ നിൽക്കുന്ന സമയത്താണ്, പഠിക്കുന്ന സമയത്താണ് അതിലേക്ക് വന്നത്. ഒരു മതപരമായിട്ടുള്ള ആംഗിളിൽ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ബിസിനസ്സിലേക്ക് വന്നത്. അപ്പോൾ ബിസിനസ്സിലേക്ക് വന്ന സമയത്തൊക്കെ ഒരുപാട് സംശയത്തോടു കൂടി നോക്കി കണ്ടിരുന്നു ആ സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ ഒരു 3 മാസത്തോളം. പക്ഷേ പിന്നെ കൂടുതൽ പഠിക്കാനും കൂടുതൽ അന്വേഷിക്കാനും തയ്യാറായ സമയത്ത് ലീഡേഴ്സ്, പ്രത്യേകിച്ച് അപ്ലൈ ലീഡേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ പുറമേ ആണെങ്കിലും ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്ലാനൊക്കെ മനസ്സിലാക്കിയ സമയത്ത് തീർച്ചയായിട്ടും ആർക്കും ഇതിൽ വിജയിക്കാൻ സാധ്യമാണ്. ബിസിനസ് നഷ്ടപ്പെടാനൊന്നുമില്ല, മാത്രമല്ല ഒരുപാട് ആളെ സഹായിക്കണം. അപ്പം ഞാൻ എൻ്റെ അൾസർ മാറി, ഉപ്പാക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഈ പ്രൊഡക്ട്സ് ഒരുപാട് ആൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം കൊടുക്കാനും അതിലൂടെ ഒരു വരുമാനം കൂടി നേടിയെടുക്കാനും സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഇവരിതിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടായതെന്ന് വെച്ചാൽ വരുമാനത്തിലൊക്കെ നമ്മളൊക്കെ അമ്പരപ്പിക്കുന്ന രീതിയിൽ, വണ്ടടിപ്പിക്കുന്ന രീതിയിലുള്ള വരുമാനം. അതിനെ പറ്റിയിട്ട് നിങ്ങളെങ്ങനെ ഒന്ന് വിശദീകരിച്ച്? എനിക്ക് എപ്പോഴും കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. എനിക്ക് നല്ല എല്ലാവർക്കും. കാരണം ഇതൊരു സത്യസന്ധമായിട്ട് ഇത് ഈ മേഖലയിലെല്ലാം നടക്കൂല. ഓരോ മാസം ഡബിൾ ചെയ്ത് വരികയാണ്. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു യാത്ര പറഞ്ഞു തന്നത്. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും പാസ്ബുക്ക് ഒന്നും ഇല്ല, ബാങ്കിലൊരു അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഡയറക്ടർ ആയതിനു ശേഷമാണ് ഞാനൊരു പാസ്ബുക്ക് എടുക്കുന്നത് പോലും. പക്ഷേ ജോയിൻ ചെയ്ത് അന്ന് മുതൽ ഡയറക്ടർ ആവുന്ന ടോട്ടൽ ക്യാഷ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു.
ആ വന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഈ കണക്കിലൊന്നും എനിക്ക് വലിയൊരു കാൽക്കുലേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ജാസ്റ്റൺ ഇതിൻ്റെ കറക്റ്റ് ഇൻകം പ്ലാൻ കറക്റ്റ് നോക്കി കറക്റ്റ് വരുമാനം വന്നു എന്നുള്ളത് പ്രൂണാക്കി. അത് ശരിക്കും നമുക്ക് ആ ഒരു ഭയങ്കര ക്വാളിറ്റി കമ്പനിയിൽ ഭയങ്കര വിശ്വാസം കൂടും. അപ്പം ആ മാസം എനിക്ക് വന്നത് 5004 രൂപയായിരുന്നു ഡയറക്ടർ ബോണസ് എന്നത്. പക്ഷേ പിന്നീട് 2 മാസം കൊണ്ട് സീനിയർ ഡയറക്ടറായി ഏകദേശം 9000 രൂപ വരുമാനം വന്നു. ആ സമയത്ത് ഞാൻ സേലത്തേക്ക് പണിക്ക് പോയാലോ, കാരണം ഇവിടെ 9000 വരുമാനമുള്ളൂ. കോളേജ് കഴിഞ്ഞു, പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങാനായി. ഈ 9000 രൂപ ഇവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും ആവില്ല. ഇനിയിപ്പോൾ വീട് എടുക്കണം, അല്ലെങ്കിൽ ഇനി വിവാഹം ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് ജാസ്റ്റനോട് പറഞ്ഞു മോദിക്കൽ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നല്ല സിസ്റ്റമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ് അല്ലാതെ വേറെ ജോലിയോ കാര്യങ്ങളൊക്കെ ഒന്നും ഇനി തീരണ്ടെന്ന് പറഞ്ഞു. പഠിച്ചുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞു. ആ ബിസിനസ്സിന് ഒരു ബിസിനസ് മൈൻഡ് ജാസ്റ്റനെ സംബന്ധിച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാലോ ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ 10 രൂപ ഉണ്ടാക്കണേ എത്രത്തോളം പണിയെടുക്കണമെന്ന്. ആ പണിന്റെ നാലിലൊന്നും ഇവിടെ എടുത്താൽ മതി, ഇവിടെ എടുത്താൽ മതി. അപ്പോൾ ആ മാസം ശരിക്കും ഞാൻ ഒന്നും കൂടെ കൂടുതൽ സമയം ബിസിനസ്സിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി. സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണും ഈ ഇന്റർനെറ്റ് കണക്ഷനാണ് കൂടുതൽ സമയം കൊടുത്തത്. അങ്ങനെ കൂടുതൽ സമയം കൊടുത്ത സമയത്ത് വരുമാനം ഈ 9 എന്നുള്ളത് 12,000 സംതിങ് വന്നു. അതിന് തൊട്ടടുത്ത മാസം പിന്നെ 24,000 സംതിങ് വന്നു. നേരെ ഇരട്ടിയിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന് തൊട്ടടുത്ത മാസം 42,000 സംതിങ്ങിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതിന് തൊട്ടടുത്ത മാസം 52,000 സംതിങ് എത്തിച്ചാൽ സാധിച്ചു എന്നുള്ളതും സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അതായത് കമ്പനിയുടെ കാർ ഫണ്ടും കൂടെ നേടിയെടുക്കാനും പറ്റും. ഒരു കാർ എടുക്കുക എന്നുള്ളത് ശരിക്കും എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഒരു 50,000 രൂപ വരുമാനം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ശരിക്കും ഈ ബിസിനസ്സിലൂടെ സാധിച്ചു. ഒരു കാർ എടുക്കാനും സാധിച്ചു എന്നുള്ളത് ആ വലിയൊരു മഹീന്ദ്ര XUV 300 എന്ന് പറയുന്ന ഒരു കാർ. ഏകദേശം ഒരു 15 ലക്ഷം രൂപ വില വരുന്ന ഒരു വാഹനം. എനിക്ക് നിങ്ങൾ ഏതൊരു സംസ്ഥാനത്ത് പറഞ്ഞിട്ട് കളറ് പോലും റെഡ് ആയിരിക്കണം എന്ന് പറയാനുള്ള എന്ത് കാരണമായിരുന്നു? അത് ആ കളറിന് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിലൊക്കെ ആളുകൾക്ക് അറിയാം നോർമലി ഏത് കൂടുതൽ വാഹനം ആ ഒരു കളറിലായിരിക്കും. പക്ഷെ ഇത് റെഡ് കളർ വരുന്ന സ്വന്തം ഇത് അസീബിന്റെ തന്നെ. ഇത് പ്രത്യേകിച്ച് ആൾക്ക് തോന്നണം ഇത് ഈ റെഡ് വന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു റെഡ് കാർ ഇല്ല. അപ്പൊ ഇത് വെന്റാണ് മോദിക്കന്ന് കിട്ടിയതാണെന്നുള്ളത് ആൾക്ക് എല്ലാവർക്കും ആ ഇവരുടെ എനിക്കുണ്ട ഒരു അനുഭവം ഞാൻ കല്യാണത്തിൽ വരുന്നു. കല്യാണത്തിൽ വന്ന സമയത്ത് ഇത് വെക്കുമല്ലോ മാരേജ് വെക്ഷൻ, അതിന് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മോദിക്കൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സീനിയർ ഡയറക്ടർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതാണ് ക്വസ്റ്റ്യൻ. അത്രമാത്രം അതിനോട് സ്നേഹത്തിലേക്ക് വന്നു. ഇതിന് എന്താണ് ഈ റെഡ് ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള ലെവലിലേക്ക് എത്തുന്നത്. ഇന്ന് കേരളത്തിൽ തന്നെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് റെഡ് ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള ലെവലിലേക്ക് എത്തിയത്. റെഡ് ഡയമണ്ട് ഡയറക്ടർ മാത്രമല്ല 1,25,000 മുകളിൽ വരുമാനം, ഏകദേശം 25,000 രൂപ വരുമാനത്തിലേക്ക് ഒരു മാസം എത്തുന്നത്. ഈ യാത്രയിൽ നിങ്ങൾക്ക് അത് എത്തുന്നത് എനിക്ക് ഉറപ്പാണ്. എന്നാലും അത് എത്തുന്നതാകുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു അനുഭൂതി എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും എൻ്റെ ബാങ്കിലെ പാസ്ബുക്ക് 0 ബാലൻസ് ആയിരുന്നു. അതായത് ഇതിലേക്ക് 1 ലക്ഷം രൂപ കൂടുതൽ ഇതിൽ പോകില്ല. അപ്പം ഞാൻ ആ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ ഈ റെഡ് ഡയമണ്ട് ആയ സമയത്ത്. ഞാൻ അങ്ങനെ ചിന്തിച്ചു 1 ലക്ഷം രൂപ ഇപ്പോൾ ഇതിൽ വരുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഫുള്ള് കയറുമോ എന്നുള്ളൊരു ആശങ്ക പോലും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ മാസം 1 ലക്ഷം രൂപ എന്നുള്ളത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. അപ്പോൾ മോദിക്കൽ 50,000 രൂപ കിട്ടിയാലും ഇനി 1 ലക്ഷം രൂപയിലേക്ക് എത്താൻ ഒരുപാട് റിസ്ക് ഉണ്ട് എന്നുള്ളത് ആ ഒരു മൈൻഡിലായിരുന്നു ഞാൻ. പക്ഷെ നമ്മുടെ ഇൻഫിനിറ്റി പ്ലാൻ വന്നതോടുകൂടെ എനിക്ക് ബിസിനസ് ഭയങ്കര സൂപ്പറായി തോന്നി. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ പ്ലാൻ നോക്കിയപ്പോൾ ഇത് നല്ല രീതിയിൽ ഇടിച്ച് കയറാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും വരുമാനം കൊടുക്കാനും പെട്ടെന്ന് വരുമാനത്തിലേക്ക് എത്താനും സാധിക്കും. അങ്ങനെ റിട്ടയർമെൻറ്റ് ആയ സമയത്ത് 1,24,000 സംതിങ് രൂപ ഈ ബിസിനസ്സിൽ വാങ്ങാൻ സാധിച്ചു എന്നുള്ളത് ഭയങ്കര ആ വന്ന സമയത്ത് ശരിക്കും ചാടണോ അല്ലെങ്കിൽ എങ്ങോട്ടപ്പോൾ ഞാൻ പറ്റി മണ്ടണ്ടി ഭയങ്കര സന്തോഷമായിരുന്നു. അത്രയും ടീമിനോട് ഉണ്ടാക്കി കൊടുക്കാനാണ് സ്വന്തം ജാസ്റ്റന് ഇതേപോലെ തന്നെ ഒരു മില്യണറിലേക്ക് എത്തിക്കാൻ റിട്ടയർമെന്റ് ആക്കാൻ സാധിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ വേറൊരു വീട്ടമ്മക്ക് മാസം ഒരു 20,000 രൂപയുടെ വരുമാനം കൊടുക്കാൻ ഈ ബിസിനസ്സിൽ, അതായത് ഞാൻ 1 ലക്ഷം വാങ്ങിയ സമയത്ത് എൻ്റെ ടീമിൽ ഒരുപാട് ആളുകൾ 1 ലക്ഷം രൂപക്ക് അടുത്തും അല്ലെങ്കിൽ 20,000 രൂപയോളം അല്ലെങ്കിൽ അത്തരത്തിൽ പല ആളുകളും 15,000, 10,000, 5,000 അങ്ങനെ ഒരുപാട് ആൾക്ക് വരുമാനം ഞാൻ കാരണം ഈ ബിസിനസ്സിലൂടെ നേടിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ടീമിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? കുറേ ആൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ഇതേമുള്ള അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എന്താ യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത് ബിസിനസ് ഈ ടീമിന് വേണ്ടി? അതിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലീഡേഴ്സ് എന്നുള്ളൊരു സപ്പോർട്ടുണ്ട്. അവർ കൂടെ നിന്ന് അവരെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നതും അതേ പണിയാണ്. എൻ്റെ ലീഡേഴ്സ് ഇപ്പോൾ ഷർഫീൻ സാറാണ്, ജലീൽ സാർ, സൂറബഷീർ മാഡം, ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ആ ഒരു സപ്പോർട്ട് ഇന്ന് എൻ്റെ ടീമിൻ്റെ കൂടെ നിരന്തരം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഇതിൽ ഇതേപോലെ വിജയിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ നിങ്ങൾക്ക് ഈ സക്സസിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എന്ത് ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ടീമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് കാര്യങ്ങളാണ് ടീമിലുള്ള ആളുകൾ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് കൂടുതൽ പ്രൊഡക്ട്സ് അവർ പർച്ചേസ് ചെയ്യും. ശരിക്കും ബിസിനസ്സായി വരുന്ന ആളുകൾ കുറച്ചുകൂടി കൂടുതൽ പർച്ചേസ് ചെയ്യും. അതല്ല കസ്റ്റമർ ആണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഏകദേശം ഒരു 10,000 ആ രീതിയിലുള്ള പർച്ചേസ് അവർ ചെയ്യും. അങ്ങനെ അപ്പോൾ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ നമ്മൾ ഫ്രീ ഉള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവിടെ കൊടുക്കും. എന്നിട്ട് ഇവരെ ചുറ്റുഭാഗത്തുള്ള അതായത് ഇവരെ അയൽവാസികളെ വീട്ടിലെ ഫാമിലി സുഹൃത്തുക്കൾ ഒരു ഹോം പാർട്ടി, ഒരു ഹോം മീറ്റ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവർക്കും ഈ വീട്ടുകാർക്കും അവരുടെ തൊട്ടടുത്തുള്ള ഒരു 4-5 വീട്ടുകാർ കൂടി പരിചയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു ഹോം മീറ്റിംഗ് നമ്മൾ ചെയ്യാം. അത് നിരന്തരം ആര് പർച്ചേസ് ചെയ്താലും അവരുടെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് ചെയ്യുക എന്നുള്ളത് ഒരു ഡെയിലി ഡ്യൂട്ടിയാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെ ഏറ്റെടുത്ത സമയത്ത് ശരിക്കും അവർക്ക് തന്നെ ബിസിനസ്സിനെ മനസ്സിലാക്കാനും അവർക്ക് കൂട്ടത്തിലുള്ള മറ്റുള്ളവർക്ക് ബിസിനസ് പരിചയപ്പെടുത്താനും ഇതിലൂടെ സാധിച്ചു. ഫോളോ അപ്പ്
ആ അവിടെ വന്ന ആളുകളെ വീട്ടുകാർ ഫോളോ അപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ നമ്മുടെ സൂം മീറ്റിംഗിലേക്ക് സൂം മീറ്റിംഗ് വഴിയിലേക്ക് അവരെത്തിക്കുകയും പേഴ്സണലി സൂം മീറ്റിംഗ് അത് കറക്റ്റ് ഡ്യൂപ്ലിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടീം ഗ്ലോബൽ നിഷാ സാർ, ദിനേശ് സാർ നമുക്ക് നൽകില്ല. അതിന് താഴെ ജിതു സാർ, വിജയ് സാർ എല്ലാവരും അപ്ലൈൻ ലീഡേഴ്സ് കാണിച്ചു തന്നിട്ടുള്ള ഒരു സിസ്റ്റം കറക്റ്റ് ഡ്യൂപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു വലിയ റിസൾട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ശരിക്കും എൻ്റെ വീട് വിക്കേപ്പടി. അപ്പോൾ ഈ വിക്കേപ്പടിയിൽ നിന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ട്രിവാൻഡ്രത്ത് എനിക്ക് ബിസിനസ് ടീമുണ്ട്, ഇന്ന് എറണാകുളത്തെ ടീമുണ്ട്, ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ടീമുണ്ട്, മലപ്പുറം ജില്ലയിലെ ടീമുണ്ട്. അപ്പോൾ ഇന്ന് മുംബൈയിലും എനിക്കൊരു ടീമായി വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യിക്കാൻ ഇന്ന് എന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ജോലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിന് പകരം ഈ ബിസിനസ്സിന് ഒന്നും കൂടെ പല ജില്ലകളിലേക്ക് അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് സംസാരിക്കുമ്പോൾ മുഖത്തിൽ കാണാം. കാരണം മുംബൈയിൽ ഒരു ടീമുണ്ട് പറയുമ്പോഴാണ് ഒരു എക്സൈറ്റ്മെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഇതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഞാനാണ് ഈ അവസരം പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിനൊരു കാരണക്കാരനായി എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു എന്നതിലുപരി നിങ്ങളതിൽ വലിയൊരു എഫേർട്ട് അതിൽ നിങ്ങളെ ഭാഗമായിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയ സമയത്താണ് ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പിന്നീട് നിങ്ങളെ ബിസിനസ്സിലേക്ക് വരുന്നു. പലതവണ ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഫംഗ്ഷനായിട്ടോ ഒക്കെ വരുന്ന സമയത്ത് പക്ഷേ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എന്നുള്ളത് വലിയ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നീട് നമ്മളെ അസീബിൻ്റെ ആ ഒരു കാർ അച്ചീവ്മെൻറ്റ് അതുപോലെ തന്നെ വരുമാനം 50 above കടക്കുന്ന ഒരു സമയത്താണ് ഫാമിലിയുടെ സപ്പോർട്ട് വലിയ രീതിയിൽ നമ്മൾക്ക് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മളത് കണ്ട് നമ്മൾ കൂടെ ആസ്വദിക്കാൻ നമ്മൾ മനസ്സിലാക്കി വരാം. കാരണം ഉപ്പൻ്റെ ഒക്കെ ആ ഒരു വികാര നിർഭരമായിട്ടുള്ള ആ ഒരു വോയിസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ കാർ ലോഞ്ചിങ്ങിൽ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഈ ഒരു റെഡ് ഡയമണ്ട് ഡയറക്ടർ അതുപോലെ തന്നെ മെമ്പറൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഫാമിലിൻ്റെ സപ്പോർട്ട് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഫാമിലിക്ക് ഇപ്പോൾ ആ ഒരു മാസം 1 ലക്ഷം രൂപ കിട്ടിയ സമയത്ത് ശരിക്കും ഭയങ്കര സന്തോഷമാണ്. ബിസിനസ് ഭയങ്കര വിശ്വാസമായി. ആ കാലത്ത് സമയത്ത് നിങ്ങളാ ഒരു സന്തോഷം എനിക്കും കൂടി എപ്പോഴും ഫാമിലി ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ വൈഫാണെങ്കിലും ഉമ്മയാണെങ്കിലും എല്ലാവരും ഈ മാസത്തെ വരുമാനം വരാനായോ എത്ര എത്തിക്കാൻ നമ്മളെ കൂടുതൽ അവർ എന്താ പറയുക സമൂഹത്തിൽ 1,50,000 വരുമാനം. ഇതേപോലെ തന്നെ ഈ ഫാമിലിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉമ്മാനോട് ആരെങ്കിലും എന്തെങ്കിലും വേവലാതി പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ കാൽമുട്ട് വേദന അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ പറഞ്ഞാൽ പോലും ഉമ്മ വരാറുള്ളത് എൻ്റെ മകനെ ആസിബിന്റെ അടുത്ത് നിന്ന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അവർ പോലും പരിചയപ്പെടുത്താൻ ആ രീതിയിലേക്ക് അവർ പോലും തയ്യാറായി. ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, പക്ഷെ സമയം ദീർഘിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ഷാൾസാറത്തിന് പോകും. ഈ പ്രവാസിയായ സമയത്ത് ഈ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നോക്കി കണ്ടത്? ഈ പ്രവാസ ലോകത്ത് നിന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം കിട്ടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശരിക്കും മോഡിഗർ ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു ജെന്യൂനായ ഒരു കമ്പനിയുടെ കൂടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വളരെ സ്മാർട്ടായിട്ട് ഇവിടെ വിചാരിച്ചാൽ മതി. അല്ലാതെ ഇവിടുന്ന് കുറേ കിടന്ന് പരക്കുമ്പോഴായിട്ടൊരു ആവശ്യമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്തിനും ഞാനൊരു നല്ല രീതിയിൽ ഓമിറ്റിംഗ് ഒന്നും എനിക്ക് വലിയ രീതിയിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഓപ്പൺ പ്രോഗ്രാമിലേക്ക് ആളുകളെ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് പങ്കെടുക്കാനോ വല്ലാതെ സാധിച്ചിട്ടില്ല പലതും. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ എൻ്റെ മൊബൈലും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി എൻ്റെ ഉപയോഗ സമയം ഉപയോഗപ്പെടുത്തി സ്മാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലോണം എൻജോയ് ചെയ്തുകൊണ്ട് നല്ലോണം എൻജോയ്. കാരണം നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിനെ നമുക്ക് ധൈര്യമായിട്ട് ആരുടെ മുന്നിൽ നമുക്ക് പറയാം. ഈ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കല്ലോ നമ്മുടെ പരിപാടി. ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടായ്മയെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഹൃദയം കൊണ്ട് അവരോട് സംവദിക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒന്നുമില്ല. ഇവരുടെ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം അവർക്ക് കാണുന്ന ഒരു കാരണം പല ആളുകൾക്കും ഇന്ന് വരുമാനമില്ല. പലരും പ്രശ്നത്തിലാണ്, പലരും കടങ്ങളിലാണ്. അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇത് ചെയ്തോളൂ. ഇത് ചെയ്യാൻ നിങ്ങളെ കൂടെ പരിപൂർണമായിട്ട് എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. എന്നെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ ചെയ്തു തരും. ഈ ഒരു വാക്ക് ഞാൻ അവർ കൊടുക്കും. ആ വാക്ക് ഞാൻ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരും. വിജയിക്കാം. മാത്രമല്ല എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ നിരന്തരം ബ്രോഡ്കാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിരന്തരം ടീമുമായിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് വരാം. അത് ഞാൻ ചോദിക്കട്ടെ, ബിസിനസ് സീരിയസ് ആയിട്ട് എടുക്കുന്നൊരു സത്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു വീട്ടിലെ ഓഫീസൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ അപൂർവമായ സംഭവം. ഇതിന് കാരണം എന്താണ്? ഞാൻ ഇന്നും എൻ്റെ ഓർമ്മ വെച്ച സമയം മുതൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാണ്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന ചിലപ്പോൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അത്രയും ലോ ലെവലിൽ നിന്ന് എൻ്റെ ജീവിതം. പക്ഷെ ഞാൻ എപ്പോഴും ഒരു സിസ്റ്റം എപ്പോഴും എനിക്ക് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വളരുന്ന സമയങ്ങളിലൊക്കെ എല്ലാം ഒരു കൃത്യത്തിൽ ചെയ്യണം. ഒരു ഡയറി എഴുതുന്ന ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു. കണക്കുകൾ എപ്പോഴും കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു പരിപാടി, ചെലവുകൾ, വരുമാനങ്ങൾ, ഇതൊക്കെ. അപ്പം ഇതൊരു പ്രൊഫഷണൽ ടൈപ്പിലേക്ക് ഈ ഒരു ബിസിനസ്സിനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? എല്ലാവരും ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ളത് നമ്മളെപ്പോഴും പലപ്പോഴും കേട്ടുള്ളത്. അപ്പം നമ്മൾ ഒന്നുകൂടി വ്യത്യസ്തമായിട്ട് ചെയ്യുക. ആളുകൾക്ക് ഇപ്പം നമുക്ക് എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുള്ളത്, എന്നെ കാണാൻ വരുന്നവർ ഈ ബിസിനസ്സിൽ പരിചയപ്പെടുത്തി എൻ്റെ ടീമങ്ങൾക്ക് വരുന്ന സമയത്ത് എനിക്ക് സിറ്റൗട്ടിൽ ഇരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ എനിക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഇതിന് വേണ്ടി ഒരു സൗകര്യം, ഒരു പ്രൈവസി, ഒരു പ്രോഗ്രാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ടൈപ്പിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ ഒരു എന്താ പറയുക,
ഇതിന് ജീവനുള്ളതാണെന്നുള്ളതാണ് അതൊരു എന്തായാലും ഇതുപോലെ കാര്യം സെറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ മാത്രമല്ല ഞാൻ ഇതിന്റെ ഒരു ലൈഫാക്കി മാറ്റിയിട്ടുണ്ട്. മുടിക്ക് അതിന്റെ ഒരു ജീവിതമാണ്. അങ്ങനെ ഉണ്ടല്ലോ നമ്മളിത് കുറച്ച് കാലം 2 വർഷത്തേക്കോ പാഷനാണ്, 2 വർഷത്തേക്കോ 10 വർഷത്തേക്കോ വന്നതല്ല. എൻ്റെ ലൈഫ് ലോങ് ഞാൻ ഈ ജേണി, കാരണം ഒരുപാട് ആളുകൾക്ക് ഇതൊരു മാർഗമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പോയിക്കോട്ടെ എന്നുള്ളത്. അത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതായത് ഒരേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ അസീബിനെ സപ്പോർട്ട്, അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ സംസാരിച്ചു അസീബിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നീട് വരുന്നത്. പക്ഷേ അസീബിനേക്കാൾ ഏറെ സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ആശയമാണ് പിന്നീട് വരുന്നത്. അതാണ് ഇത് ഇങ്ങനെ ഡെവലപ്പ് അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഇത് പ്രവാസികൾക്കൊക്കെ ഇത് എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും? 100% പ്രവാസികൾ ഇത് ചെയ്യണം. ഞാൻ ഈ ഒരു ആശയം എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത്, ഞാൻ ഇവിടുന്ന് പിന്നെ കൊറോണ കഴിഞ്ഞ് സൗദി പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ പറയുന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ കൂടുന്നതായിരുന്നു. കാരണം ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഒരു അഡീഷണൽ എക്സ്ട്രാ വരുമാനം. ഇന്നല്ലെങ്കിൽ നാളെ പ്രവാസ ലോകം എപ്പോഴും ഒരു മുൾമുനയിലാണല്ലോ, എത്രത്തോളം കാലം പോകാൻ പറ്റും. അപ്പം അവരുടെ കയ്യിലേക്ക് ഇത് കിട്ടിയ ഏറ്റെടുക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അത് പലരും ഇതിനെ റിജക്ട് ചെയ്തു. ഇത് ഒരു വർഷം കൊണ്ട് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കാരണം ഇത് പിന്നെ ഒരു വർഷം കൊണ്ട് നിൽക്കുള്ളൂ, ഇത് ഒരു വർഷത്തിനുള്ളിൽ കൂട്ടിപ്പോകും, ഇത് അങ്ങനെയാണ്. കാരണം ഞാനും അതേ കാഴ്ചപ്പാടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവരോട് പക്ഷെ ഞാൻ ഇതിന്റെ ഡെപ്തിൽ ഇറങ്ങി പഠിച്ചതുകൊണ്ട് എനിക്കിത് മനസ്സിലായി. അവർക്കത് പഠിക്കാൻ പോലും താല്പര്യമില്ലാത്തതുകൊണ്ട് അവരങ്ങനെ അവരവരെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്കും പോയി എന്നുള്ളതാണ് സത്യം. പ്രവാസികൾ ചെയ്യണം കേട്ടോ. ഞങ്ങൾ ചോദ്യത്തിൽ കറക്റ്റായിട്ട് വന്നിട്ടില്ല. പ്രവാസികൾ ഇത് ചെയ്യണം. ഏതൊരു പ്രവാസിയും ഇത് ഏറ്റെടുക്കണം. കാരണം ഒരു വിത്തിൻ 1 year 2 year സെറ്റിൽ ആകാൻ പറ്റും, നാട്ടിൽ സെറ്റിൽ ആകാൻ പറ്റും. കാരണം പ്രവാസി ലോകത്ത് നിന്ന് എത്ര രൂപ വരുമാനം കിട്ടും, അത് ഇവിടെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഫാമിലിയുടെ കൂടെ നിന്നിട്ട് അതും ജീവിതകാലം മുഴുവനും എത്ര കാലം വരെ നമുക്ക് പ്രവാസ ലോകത്ത് നിൽക്കാൻ പറ്റും. ആരോഗ്യമില്ലാത്ത കാലത്തും ഒരു വരുമാനം ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് നാട്ടിലും വിദേശത്തും ബിസിനസ് അതിന്റെ കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കാനുള്ള കാരണം എന്താണ്? ഒരു പാസീവ് ഇൻകം. കാരണം മറ്റേത് എത്രത്തോളം, അതായത് എത്ര ഇപ്പൊ നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് ഷോപ്പ് അടച്ചിട്ടു. അത് അവിടെ ആണെങ്കിലും ശരി ഇവിടെ ആണെങ്കിലും ഒക്കെ അടച്ചിട്ടു, വരുമാനം നിന്നു. ഇതുപോലൊരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? പക്ഷെ ആ സമയത്തും ഞാൻ മനസ്സിലാക്കി, കൊറോണ സമയത്തും മോഡി കയറുമായിരുന്നു. ആളുകൾക്ക് വരുമാനം വരുന്നു. ഈവൻ ഞാനടക്കം ആ സമയത്ത് ചെറിയൊരു വരുമാനത്തിലേക്ക് അവിടെ നിന്ന് ഞാൻ എത്തി എന്ന് കാണുന്നു. അപ്പം ഇതിനൊരു സാധ്യത ഇവിടെ ഉണ്ട്. ഇതിന് സാധ്യത അപ്പോൾ ഈവൻ നമ്മുടെ നിയമസഭയിൽ നടന്ന വലിയൊരു ചർച്ച ഉണ്ട്. ആ ചർച്ചയുടെ വീഡിയോ ഒക്കെ വലിയൊരു ഐ ഓപ്പണിംഗ് ആണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഈ ഒരു ബിസിനസ്സിന് എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ. ഞാനത് എപ്പോഴും ഈ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം ഗവൺമെന്റുകൾ വലിയ രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈവൻ 2020 ലാസ്റ്റ് വർഷമല്ലേ, February 19 നമ്മുടെ പിണറായി വിജയൻ പിന്നെ മോണിറ്ററിംഗ് മെക്കാനിസത്തിന് രൂപം കൊടുത്തു. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻസ്പയറിംഗ് ആണ്. കാരണം ഇതിന്റെ ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഇതിവിടെ ഉണ്ടാകും എന്നുള്ള ഒരു എന്താ പറയുക അങ്ങനെയല്ലോ. അപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നൊരു വരുമാനം. ഇപ്പൊ നമ്മള് കഴിഞ്ഞ പ്രോഗ്രാമിൽ കണ്ട 2 വ്യക്തികൾ, അവരിപ്പോ രണ്ടാളിന്ന് ജീവിച്ചിരിപ്പില്ല. ഫാത്തിമ ജബീസും വേറൊരു വ്യക്തിയും കൂടെ അത് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അത് ടോപ്പ് 20 വരുമാനത്തിന്റെ കാര്യത്തിൽ ടോപ്പ് 20. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫാമിലിയായിട്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷം. കാരണം ജ്യേഷ്ഠ മില്യണറാവുക കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ തന്നെ ഡയമണ്ട്സ് വളരെ കുറവുള്ളൂ, അവിടേക്കാണ് ഉയരം എന്നൊക്കെ ലെവലിലേക്ക് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ ഫീലിംഗ് എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. അതായത് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഈ ഇൻകം വരുമാനം വന്ന സമയത്ത് ഇവനോട് മെസ്സേജ് ഫസ്റ്റ് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിപ്പിന് ഞാൻ ആദ്യം അറിഞ്ഞാൽ എത്ര ആയി എന്നോട് ചോദിക്കും, അവനും കൂട്ടും ചോദിക്കും. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ടാളും ഏകദേശം സെറ്റിലാണ്. അപ്പോൾ രണ്ടാളും റെഡ് ഡയമണ്ട് ആണല്ലോ, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അപ്പോൾ വരുമാനം കിട്ടിയ സമയത്ത് 1,24,000 സംതിങ് കിട്ടി, ഏകദേശം 90 അടുത്ത് ഞാനും കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും വലിയ രീതിയിൽ ആസ്വദിച്ചു. പിന്നെ എന്താ പറയുക, ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വേറെ ലെവലിലേക്ക്. കാരണം നമ്മൾ ഏറ്റെടുത്തത് ഒരിക്കലും എവിടെയും പേച്ചിട്ടില്ല, വളരെ കൃത്യമായ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ പ്ലാൻ മാറി, നമ്മുടെ പുതിയ ഇൻഫ്ലുവൻസ് പ്ലാൻ വന്നതോടുകൂടി കളിയെല്ലാം മാറി, ലെവൽ മാറി. ഇഷ്ടംപോലെ ആളുകൾ വലിയ ചെറിയ രീതിയിൽ വരുമാനം വാങ്ങുന്നവരും വലിയ വരുമാനം വാങ്ങുന്നവരുമായ ഒരുപറ്റം ആളുകളെ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി ഇത് വേറെ ലെവലിലേക്ക് ഇന്ന് ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം അവരെ സംബന്ധിച്ചുള്ള ഈ മാസം തന്നെ ഒരു 5,000 രൂപയിലേക്ക് എത്തിക്കാൻ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ ടേൺ ഓവർ അല്ലെങ്കിൽ ബിസിനസ് വോളിയം വരുന്ന സമയത്തായിരുന്നു നമുക്കൊരു 2,000, 3,000, 4,000 ആ ഒരു റേഞ്ചിൽ വരുമാനം വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥാനത്ത് ഇന്നൊരു പക്ഷേ ആ ഒരു വോളിയം വരുമ്പോഴേക്കും ഏകദേശം ഇപ്പോൾ ഒരു പ്ലാറ്റിനം ഡയറക്ടർ പൊസിഷനോ ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം ആകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. അതായത് ഈ പ്ലാനാണ് ഈ 1,00,000 വരുമാനത്തിലേക്ക്. അതായത് കൊറോണ വന്ന സമയത്ത് എല്ലാ മേഖലകളിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയിലും കമ്പനി കൊണ്ടുവന്നുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും വലിയ രീതിയിൽ അതിനെ റിസൾട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളോട് നിങ്ങൾക്ക് അവസാനമായിട്ട് എന്താണ് പറയുന്നത്? സാധാരണക്കാരെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു, അവരോട് എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ മലേഷ്യൻ ട്രിപ്പ് അച്ചീവറാണ്, കാർ ഫണ്ട് അച്ചീവറാണ്, റെഡ് ഡയമണ്ട് ഡയറക്ടറാണ്, 1 lakh ഇതെല്ലാം ഒരു സാധാരണ ഒരു മദ്രസ അധ്യാപനം വാങ്ങിയെടുക്കാൻ പറ്റുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളോട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്?
തീർച്ചയായിട്ടും ഈ ഒരു അവസരം അവർ ബിസിനസ്സായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. കാരണം ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറാൻ പറ്റും. പക്ഷേ നിങ്ങളതിന് ബിസിനസ്സായിട്ട് അവർ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു വരുമാനം ഇന്ന് ആവശ്യമില്ലാത്തവരില്ല. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു വരുമാനം കൂടെ നമുക്ക് കിട്ടും. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ജെൻസ് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി ചെയ്യുന്നൊരു വർക്ക്, ജോലി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ജോലിയുടെ കൂടെ പാർട്ട് ടൈം വേണ്ടി ബിസിനസ് ഏറ്റെടുത്തിട്ട് നിലവിൽ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണോ ആ വരുമാനം ഇവിടെ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തിയിട്ട് നേടിയെടുക്കാം. എന്നിട്ട് ആ ജോലി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഇവിടെ ഫ്രീ ടൈമിൽ പോലും ആ വരുമാനം ഇവിടെ നേടിയെടുത്തിട്ടെങ്കിൽ പിന്നെ ഈ ബിസിനസ് മാത്രം മതി. അവർക്ക് ഫുൾ ടൈം ആയിട്ട് വീട്ടിൽ ഇരുന്ന് ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്ത് ഈ ബിസിനസ്സിന്റെ വരുമാനം ആസ്വദിക്കാൻ പറ്റും. ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡിക്കർ ബിസിനസ് എല്ലാ മനുഷ്യനും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് ഇപ്പോൾ മോഡിക്കറിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ അങ്ങനെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കുന്ന ആളല്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ വന്നതിന് ശേഷം അതിന് മുമ്പ് കാണുന്നതൊക്കെ ഏതാ ഏറ്റവും വില കുറവുള്ളത് അത് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തെ. പക്ഷേ ഇവിടെ വന്ന് ഈവൻ സോപ്പിൻ്റെ ഒക്കെ TF ഒന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും ഉപയോഗിക്കണം. രണ്ട് കാരണം. ഒന്ന്, അവൻ്റെ സ്വന്തം ആരോഗ്യം, അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടി അത്രയും നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കണമെങ്കിലും നമ്മൾ ഇന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെമോ ഒക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കല്ലേ എത്രമാത്രം മാറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അതിന് വേണ്ടി, അവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി. രണ്ട്, എക്സ്ട്രാ ഒരു വരുമാനം എല്ലാ മനുഷ്യർക്കും ആവശ്യം. ജീവിത ചെലവ് കൂടിക്കൊണ്ടേയിരിക്കണം ഡേ ടു ഡേ. തീർച്ചയായിട്ടും അത് 100%. കാരണം അതുകൊണ്ട് എല്ലാ മനുഷ്യരും സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ ഒഴിവ് സമയം അവർ ഉപയോഗപ്പെടുത്തിയിട്ട് ഇതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി. മോഡിക്കർ സ്ലോലി ഒരു നല്ല വരുമാനത്തിലേക്ക് എത്തിക്കാൻ ഡെവലപ്പ് ചെയ്യും. ഏതായാലും സന്തോഷം. മീറ്റ് ചെയ്തത്. പിന്നീട് താങ്ക് യു. വീണ്ടും എന്ത് ചെയ്യാം, മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.